ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. ഏപ്രിൽ മാസത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് തൊഴിൽ തടസ്സമായാലും സന്താന തടസ്സമായാലും ഭൂമി വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെ ഓൺലൈനായിട്ടും ഒക്കെ അവസരമുണ്ടായിരുന്നു. തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക്, അതായത് ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരുന്ന മാസമാണ് ഏപ്രിൽ മാസം. അതായത് ശനിയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 6ലെ ശനി അലറി വാഴും എന്നുണ്ട്. അതായത് പാവന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇഷ്ടഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ ശനിയെ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്നവർ അതിൽ നിന്നെല്ലാം മുക്തി നേടും. 6 എന്ന് പറയുമ്പോൾ അത് തസ്കരാരാദി വിഘ്നാദി വ്യാധയച്ച ധനുഷതി മരണം വാ അരി ശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ടത എന്ന പ്രമാണപ്രകാരം തസ്കരൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ധനം അപഹരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തടയിടുക. കള്ളൻ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമല്ല, മറ്റ് ഏതെങ്കിലും തരത്തിൽ സൗഹൃദം ഭാവിച്ച് നമ്മുടെ ധനം തട്ടിയെടുക്കുവാൻ നോക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ജാമ്യം നിർത്തി ലോൺ എടുക്കുവാൻ നോക്കുക, അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു വലിയ മാനസിക ബുദ്ധിമുട്ടായിട്ട് നഷ്ടമായിട്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാൻ, തിരിച്ചു കിട്ടുവാൻ നല്ല ഒരു ഭാഗ്യമുള്ള മാസമാണ് ഏപ്രിൽ മാസം. പ്രതിഭാസ്ഥാനത്താണല്ലോ ശനി സ്ഥിതി ചെയ്തിരുന്നത്. അത് മാറി ഇപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി, നഷ്ടങ്ങളൊക്കെ തികത്തി, കടങ്ങളൊക്കെ വീടി, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ഉള്ള കേസുകളൊക്കെ വിട്ടുപോകുന്നതിനൊക്കെ ഏപ്രിൽ മാസം മുതൽ ദൈവാധീനവും ഭാഗ്യവുമുള്ള മാസമാണ്. അതുപോലെ തന്നെയാണ് രോഗാവസ്ഥകളും മാറും. മറ്റൊരു പ്രധാന കാര്യം ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം യോഗമുണ്ട്. തൊഴിൽപരമായ പുരോഗതിയും വന്നുചേരും. പ്രവർത്തികാരകൻ കൂടിയായ ചൊവ്വ, ധനസ്ഥാനത്തിന്റെയും നിവൃത്തി സ്ഥാനത്തിന്റെയും അധിപനായിരിക്കുന്ന ചൊവ്വ തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെയാണ് ചൊവ്വ. ആ ചൊവ്വ തൊഴിൽ സ്ഥാനത്ത് വരികയും അവിടെ നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്ക് അതുപോലെ തന്നെ രാശിയിലേക്കും ഒക്കെ ബന്ധം വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പല വിധത്തിലും തൊഴിൽ പുരോഗതി വന്നിച്ചേരും. ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്കായാലും പുതിയ ഒരു തൊഴിലിൽ പ്രവേശിക്കുവാൻ, പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു തൊഴിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട്. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും യോഗം. അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. അതുമൂലം പൂർവികമായിട്ടും
അല്ലാതെയും ഒക്കെ ഗവൺമെന്റിൽ നിന്നൊക്കെ ഒരു ധന ആഗമന യോഗവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സവും അലസതയും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സവും അലസതയും ഒക്കെ മാറി നല്ല വിദ്യാ വിജയം വന്നിച്ചേരും. സംശയിക്കേണ്ട, ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പാസ്സാകാൻ ഏറ്റവും നല്ല ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. ഈ ചിത്രയുടെ 3-4 പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ. പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ നല്ല അനുഗ്രഹമുള്ള ഒരു കാലം, ദൈവാനുഗ്രഹമുണ്ട്. മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അത് ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാ മേഖലകളിൽ, തൊഴിൽ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം. എന്നിരുന്നാലും ഇടപാടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. കൃഷിക്കാരായാലും മറ്റ് വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്നവരായാലും ഒക്കെ നല്ല രീതിയിൽ വിജയങ്ങൾ വന്നു ചേരും. സംശയിക്കേണ്ട, അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യസമ്പൂർണമായ വിഷു ആശംസ.